ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയുടെ സാഖ്യയോഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തേർത്തട്ടിൽ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല, കഴിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന അർജുനനെ ഭഗവാൻ ഉപദേശിക്കുകയാണ്. അതിൽ 22-ാമത്തെ ശ്ലോകം വരെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 23-ാമത്തെ ശ്ലോകമാണ്. കേട്ടോളൂ. നൈനം ചിന്തന്തി ശാസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ഓരോ വാക്കുകളുടെയും അർത്ഥം നോക്കാം. നൈനം ന ഇല്ല എന്നാണ് അർത്ഥം. ഏനം അത്. ചിന്തന്തി പിളരുക, ശാസ്ത്രാണി ആയുധങ്ങൾ, നൈനം ഇല്ല, ഏനം അത്, ദഹതി ദഹിപ്പിക്കുക, പാവകഃ അഗ്നി, ന ഇല്ല, ചൈനം ച കൂടെ, ഏനം അത്, ക്ലേദയന്തി നനയ്ക്കുക, ആപഹ വെള്ളം, നഹ ഇല്ല, ശോഷയതി ഉണക്കുക, മാരുതഃ കാറ്റ്. ഇവനെ ആയുധങ്ങൾ ഛേദിക്കുന്നില്ല, അഗ്നി ദഹിപ്പിക്കുന്നില്ല, വെള്ളം നനയ്ക്കുന്നില്ല, കാറ്റ് ഉണക്കുന്നുമില്ല. ആരെയാണ് പറയുന്നത്? ഇവനെ എന്നുദ്ദേശിക്കുന്നത് ആത്മാവിനെ. അതായത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭീഷ്മ പിതാമഹനെ, എൻ്റെ ഗുരുനാഥനെ, എൻ്റെ ബന്ധുക്കളെ, എൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും ഞാൻ എങ്ങനെ വധിക്കും? അത് വലിയ പാപമല്ലേ എന്ന് ചോദിക്കുന്ന അർജുനനോട് പറയുകയാണ്. ആത്മാവിനെ പറ്റിയൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ആ ഭാഗത്ത് പിന്നെ ഭഗവാൻ വീണ്ടും പറയുകയാണ്, ആത്മാവിനെ ആയുധങ്ങൾ മുറിപ്പെടുത്തുന്നില്ല, അഗ്നി ഈ ആത്മാവിനെ ദഹിപ്പിച്ചു കളയുന്നില്ല, വെള്ളം ഈ ആത്മാവിനെ നനച്ചു കളയുന്നില്ല, കാറ്റ് ഉണക്കി കളയുന്നുമില്ല. അതായത് ഒന്നിനെ കൊണ്ടും നാശം വിതയ്ക്കാനായിട്ട് പറ്റില്ല ആത്മാവിന്. മനസ്സിലായി? ആത്മാവിനെ ഒന്നുകൊണ്ടും നശിപ്പിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ്. ഭീഷ്മാദികൾ വസ്തുസ്വരൂപമായി വിളങ്ങുന്ന ആത്മാവിനെ അർജുനൻ്റെ ആയുധങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, ഈ ലോകത്ത് നാശഹേതുകമായ ഒന്നിനും ആത്മാവിനെ പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. നാശഹേതുക പദാർത്ഥങ്ങൾ ഒക്കെ തന്നെ എന്താണ്? ജഡങ്ങളാണ്. ചേതനയെ ആശ്രയിക്കുമ്പോഴേ അവയ്ക്ക് ചലന സാമർഥ്യം പോലും ലഭിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ജഡങ്ങൾ ചേതനയെ എന്തു ചെയ്യാനാണ് എന്നാണ് ഈ 23-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ചോദിക്കുന്നത് എന്നത്. അതുകൊണ്ട് നീ നിൻ്റെ കർമ്മം ചെയ്യുക. ഞാൻ എൻ്റെ ആയുധങ്ങൾ കൊണ്ട് ഗുരുക്കന്മാരെ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളെ എങ്ങനെ വധിക്കുമെന്ന് ചോദിക്കുന്ന അർജുനന് കൊടുക്കുന്ന ഉത്തരമാണ്, നിൻ്റെ ആയുധങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ആ പരമസ്വരൂപമായ ആ ആത്മാവിനെ നശിപ്പിക്കാനൊന്നും നിന്നെ കൊണ്ടോ നിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ആയുധങ്ങൾക്കോ യാതൊരു കഴിവുമില്ല. ഇന്ന് നിൻ്റെ കടമ എന്ന് പറയുന്നത്, കാരണം നീ ക്ഷത്രിയനാണ്, നിൻ്റെ കടമ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ആ കടമ ചെയ്യുക. ഇത് തന്നെയാണ് ഭഗവാൻ നമ്മളോടും പറയുന്നത്. അതായത് നമ്മൾ നാളെ രാവിലെ എഴുന്നേറ്റ് നാട്ടുകാരെയൊക്കെ തല്ലിക്കൊല്ലാനല്ല ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ എന്താണ് പറയുന്നത്? ഓരോ മനുഷ്യർക്കും പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ അത് ചെയ്യുക. ഒരു വിദ്യാർത്ഥിയോട് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ, അവൻ്റെ കടമകൾ അതവൻ ചെയ്യുക. ഒരു ഗൃഹനാഥൻ എന്ത് കടമയാണോ പറഞ്ഞിരിക്കുന്നത് അതവൻ ചെയ്യുക. ഒരു ഭരണാധികാരി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. ഒരു പട്ടാളക്കാരൻ യുദ്ധം ചെയ്യേണ്ട സാഹചര്യത്തിൽ തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് ശത്രു രാജ്യത്തിന് വേണ്ടി തൻ്റെ പിതാവാണെങ്കിൽ പോലും അവൻ്റെ കർമ്മം ചെയ്യുക. അതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നാളെ രാവിലെ പാളും പരിചയമൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ഗുരുനാഥൻ്റെ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ കഴുത്തിന് പിടിക്കാനല്ല, നമ്മുടെ കൂടെ പഠിക്കുന്ന നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ കൂട്ടുകാരുടെ കഴുത്ത് ഞെക്കിക്കൊല്ലാനല്ല ഭഗവാൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തരിലും നമ്മളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന, നമ്മളിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ
കടമകളും കർത്തവ്യങ്ങളും ചെയ്യുക. ഓരോരുത്തർക്കും അവരവരുടെ കടമകളുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ കടമകൾ എന്താണ്, ഒരു പൗരൻ്റെ കടമ എന്താണ്, ഒരു ഭരണാധികാരിയുടെ കടമ എന്താണ്, ഒരു ഭാര്യയുടെ കടമ എന്താണ്, ഭർത്താവിൻ്റെ കടമ എന്താണ്, ഒരച്ഛൻ്റെ കടമ എന്താണ്, ഒരു അമ്മയുടെ കടമ എന്താണ്, ഒരു പൊതുപ്രവർത്തകൻ്റെ കടമ എന്താണ്. അതാണ് ചെയ്യേണ്ടത്. അതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ രാജ്യം സുന്ദരമായ രാജ്യമാകും. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തൻ്റെ കടമകൾ കൃത്യമായി നിർവഹിച്ചാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ആ ഓഫീസ് വളരെ സുന്ദരമായി പ്രവർത്തിക്കും, പൊതുജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകും. അതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഓരോരുത്തരും ഭഗവത്ഗീത പഠിക്കണമെന്ന് പറയുന്നത്. ഭഗവത്ഗീത കൃത്യമായി പഠിച്ച അത് ഫോളോ ചെയ്യുന്ന ഒരാളും തന്നെ തെറ്റായ രീതിയിൽ ജീവിക്കുകയില്ല. അത് കൃത്യമായ അർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇവിടെ ഭഗവാൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് നാളെ നമ്മളെല്ലാവരും പോയി യുദ്ധം ചെയ്യുക, ഗുരുനാഥനെ കൊല്ലുന്നത് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നാളെ പോയി നമ്മുടെ ടീച്ചറിനെ തല്ലുക, അതല്ല ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും മുമ്പോട്ട് പോകുക. അതാണ് ചെയ്യേണ്ടത്. എല്ലാവരും ഭഗവത്ഗീത പഠിക്കണം. ഭഗവത്ഗീതയുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കി ഭഗവാൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ശരിയായി മനസ്സിലാക്കി മുമ്പോട്ട് പോകുക. തെറ്റുകൾ ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ തിരുത്തുക. പിന്നെ മനഃപൂർവ്വം വഴക്കിന് വരുന്ന ആളുകളോടാണെങ്കിൽ എന്ത് ചെയ്യുക? മിണ്ടാതിരിക്കുക. തർക്കിക്കാനോ ബഹളം വെക്കാനോ ഒന്നും പോകണ്ട. കാലം അവരെ തിരുത്തിക്കൊള്ളുമെന്ന് കരുതുക. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ദുഃഖം വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ആരെയാണ്? ശ്രീരാമചന്ദ്രനെയാണ്. ശ്രീരാമചന്ദ്രനോളം ദുഃഖമൊന്നും നമ്മളാരും അനുഭവിച്ചിട്ടില്ല. ഒരു രാജാവ് തൻ്റെ കടമകൾ എങ്ങനെയാണ് നിർവഹിച്ചതെന്ന് നമ്മളെ കാണിച്ചു തന്ന ആളാണ് ആരെന്ന് പറയുന്നത്? മനുഷ്യരൂപത്തിൽ പൂർണ്ണമായും മനുഷ്യനായി അവതരിച്ച ശ്രീരാമചന്ദ്രൻ. ഇതെല്ലാം മനസ്സിലാക്കുക, നമ്മുടെ സംസ്കാരം മനസ്സിലാക്കുക, നമ്മുടെ കുട്ടികളെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ വളർത്താൻ ശ്രമിക്കുക, നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ അഭിമാനിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.